എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 2 ദിവസം മുന്നേ നടന്ന ഓഫീസ് അറ്റൻഡന്റ് എന്നുള്ള എക്സാമിൻ്റെ പേപ്പറാണ്. അതിൻ്റെ മാത്സ് പാർട്ടാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15 × 7 + 3 ഡിവൈഡഡ് ബൈ 5 - 3. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്തായാലും ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. 7 + 3 10. പിന്നെ ഡിവിഷൻ ചെയ്യണം. 10/5 2. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ 15 × 2 30. 30 - 3 എത്രയാണ്? 27. അപ്പോൾ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 0.0004 പ്ലസ് 0.0004 എത്ര കൂടുതലാണ് 2/5? 2/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഹരിക്കണം 5 അല്ലേ? അത് എത്രയാണ്? പോയിന്റ് ഇടണം അല്ലെ? 2ൽ പോവില്ല, അപ്പൊ 0 ഇട്ടു, അപ്പൊ പോയിന്റ് ഇട്ടു, അപ്പൊ ഇവിടെ 4. അപ്പൊ എന്താണ്? 0.4 ഇത്. ഇതിനേക്കാൾ എത്ര കൂടുതലാണ് 0.4? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ആഡ് ചെയ്യണം ആദ്യം. അപ്പൊ എങ്ങനെയാണ്? 0.0004 പ്ലസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മള് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. 0.0004. ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4400 പോയിന്റ്. ഇനി ഇതിനേക്കാൾ എത്ര കൂടുതലാണ് 0.4 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 0.4 മൈനസ് എന്ത് ചെയ്യണം? 0.0004 ചെയ്യണം. അപ്പൊ നമുക്ക് തെറ്റാണ്ടിരിക്കാൻ നമ്മൾ ഇവിടെ 0 ചേർക്കുകയാണ് നല്ലത്. ഇനി 0 - 4 ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പൊ നമ്മൾ ഇവിടുന്ന് എടുക്കണം. അപ്പൊ ഇവിടെ 3 ആവും. അപ്പൊ ഇവിടേക്ക് 10 ആയിണ്ട് വെച്ചെങ്കിൽ ഇവിടുന്നും 1 എടുക്കുന്നുണ്ട് അല്ലെ ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ എന്താവും? 9 ആവും അല്ലെ? ഇവിടുന്ന് 1 ഇങ്ങോട്ട് എടുത്തു, അപ്പൊ 9 ആയി. ഇവിടുന്ന് 1 ഇങ്ങോട്ട് എടുത്തു, അപ്പൊ 9 ആയി. ഇവിടെ എന്തായി? 10 ആയി. 10 - 4 എത്രയാണ്? 6. 9 - 4 എത്രയാണ്? 5. 9 - 0 9. 9 3. അപ്പൊ എത്രയാണ് ആൻസർ? 0.3995 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പോയിന്റ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക. പക്ഷെ നമ്മൾ പോയിന്റ് ഇല്ലാത്ത സംഖ്യകൾ വൺസ് ടെൻസ് അങ്ങനെയാണ് നമ്മൾ എഴുതുക. പക്ഷെ പോയിന്റ് ഉള്ളത് നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 + 3 + 5 + എക്സെട്ര + 99 = ഇതൊരു സമാന്തര ശ്രേണിയല്ലേ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് വെച്ചെങ്കിൽ SN കണ്ടുപിടിക്കാനുള്ള വാക്യം എന്താണ്? n/2 × T1 + Tn. n എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെയാ അറിയാം? n എന്ന് പറയുന്നത് nth ടേം നമുക്ക് തന്നിട്ടുണ്ട് 99 ആണെന്ന് അല്ലെ? അപ്പൊ Tn എന്ന് പറയുന്നത് a + n - 1 × D അല്ലേ? അതെന്ന് പറയുന്നത് 99 ആണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് a എത്രയാണ്? 1 ആണ്. പ്ലസ് n - 1 × D എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലെ? 2 = എന്താണ്? 99 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് n - 1 കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? n - 1 = 99 - 1 98/2 വരില്ലേ? അത് എത്രയാണ്? 49 അല്ലെ? അപ്പൊ n എത്രയാണ്? 49 + 1 50. അല്ലെങ്കിലും നമുക്കറിയാം, കാരണം എന്താണ്? ഇത് ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ 99 വരെയുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും? നമുക്ക് 50 എണ്ണേ വരുള്ളൂ, പകുതിയേ വരുള്ളൂ അല്ലെ? അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? n/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 50/2 25 × T1 + Tn എന്ന് പറഞ്ഞാൽ 1 + 99, അത് 100 അല്ലേ? അപ്പൊ 25 × 100 എത്രയാണ്? 2500. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വികർണത്തിന്റെ നീളം 18 സെന്റിമീറ്ററും അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം 216 cm²ആയാൽ രണ്ടാമത്തെ വികർണത്തിന്റെ നീളം എന്തായിരിക്കും? നമുക്കറിയാം, ഒരു സമഭുജ ത്രികോണത്തിന്റെ വികർണം തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അതിന്റെ വിസ്തീർണം കാണാൻ D1 D2 ആണെന്ന്. അതെന്ന് പറയണത് 216 ആണെന്ന് തന്നിട്ടുണ്ട്.
അര ഇൻറ്റു D1 എന്ന് പറയുന്നത് 18 ആണെന്ന് തന്നിട്ടുണ്ട്. D2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു 216. അപ്പൊ D2 എന്താണ് വരിക? ഇത് 9 പ്രാവശ്യമാണ് പോവുക അല്ലെ. അപ്പൊ D2 എന്താ വരിക? 216/9. അപ്പൊ എന്താണ് വരിക? 9 18 36 49 36. അപ്പൊ ഏതാണ് ആൻസർ? 24 സെന്റിമീറ്റർ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2⁵5 ഇൻറ്റു 2⁵3 ഇൻറ്റു 3⁵2 ഇൻറ്റു 3⁴4 ഇൻറ്റു 5 സ്ക്വയർ. ഇത് നോക്കൂ, ഇത് (-1) ഉണ്ട് വെച്ചെങ്കിൽ ഇതിന്റെ വ്യുൽക്രമം കണ്ടാൽ നമുക്ക് ഈ (-1) ഇല്ലാതെയാക്കാം. അപ്പൊ നമുക്ക് എന്താ വരിക? 2�6 ഇൻറ്റു 3⁵3 ഇൻറ്റു 5⁴4 ഇൻറ്റു 6നെ ഞാൻ 2 ഇൻറ്റു 3 എന്ന് എഴുതി. കാരണം എന്താണ്? 2ലും 3ലും ആണ് ബാക്കിയെല്ലാം തന്നിരിക്കുന്നത്. ഇനി ഡിവൈഡഡ് ബൈ ഇത് അല്ലെ, അംശം. അപ്പൊ 2⁵5 ഇൻറ്റു 2⁵3 ഇൻറ്റു 3⁵2 ഇൻറ്റു 3⁴4 ഇൻറ്റു 5⁵2. അപ്പൊ നമുക്ക് എങ്ങനെ വരാം? 2⁵5 ഇവിടെ പോയിന്റ് വെച്ചെങ്കിൽ ഇവിടെ 6 കഴിഞ്ഞാൽ 6 - 5 പറഞ്ഞാൽ 1 വരും അല്ലെ, 2⁻1 വരും. ഇനി ഇവിടെ 3⁵2 ഉണ്ട്, 3⁻4 ഉണ്ട്. അപ്പൊ നമുക്ക് 3⁻7 ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ 3⁻3ഉം 3⁻1ഉം ഇത് പോയി അല്ലെ. ഇനി 5⁻4 എന്താണ്? ഇവിടെ 5 സ്ക്വയർ ആവില്ലേ? കാരണം ഈ 5 സ്ക്വയർ പോയി. ഇനി ഇവിടെ ഒരു 2ഉം കൂടി ഉണ്ട് അല്ലെ. അപ്പൊ 2 സ്ക്വയർ ഇല്ലേ ഇവിടെ? 2⁵5 ഉണ്ട് ഇവിടെ, 2⁻6 ഉണ്ട്. അപ്പൊ 2 ആയില്ലേ. ഇനി 2 ഇൻറ്റു 2 2 സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു 2 ആയി അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ (a/m/a/n) ഈക്വൽ ടു (a/m-n) ആണ് അല്ലെ. അപ്പൊ നമുക്ക് പിന്നെ (a/m ഇൻറ്റു (a/n) ഈക്വൽ ടു (a/m+n) ആണ്. അത് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ്? 2�6 പ്ലസ് 2�1 എന്ന് പറഞ്ഞാൽ 2�7 ആയില്ലേ. ബൈ 2⁵5 ഇൻറ്റു 2�3 എന്ന് പറഞ്ഞാൽ 2�8 ആയില്ലേ. അപ്പൊ 2�7/2�8 എന്ന് പറയുന്നത് 2⁻7 - 8, അതായത് താഴെ മാത്രം 2 വരും അല്ലെ. താഴെ മാത്രം 2 വരും. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം? 2�6 എന്നുള്ളതും അപ്പൊ നമുക്ക് വെട്ടിക്കളയാം അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക നോക്കൂ? 5 സ്ക്വയർ വന്നു അല്ലെ. 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ പിന്നെ എന്താണ് വരിക? 3 സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു 2ഉം ഉണ്ട് അല്ലെ. 3 സ്ക്വയർ ഇൻറ്റു 2 18 അല്ലേ വരിക. നോക്കി നോക്കൂ, ഒന്നും കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. 2�6 ആണ് ഇത് അല്ലെ. ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ 2�7 ആയില്ലേ. ഇവിടെ 2⁵5 ഇൻറ്റു 3 എന്ന് പറഞ്ഞ 2 ഇൻറ്റു 2⁵5 ഇൻറ്റു 2�3 എന്ന് പറഞ്ഞാൽ 2�8 അല്ലേ. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഞാൻ 2�8 എന്ന് എഴുതി. ഇനി ഇതിനെ ഞാൻ എന്തെഴുതി? 3⁻2 + 4 എന്ന് പറഞ്ഞാൽ 6. ഇതിനെ ഞാൻ 5 സ്ക്വയർ എന്ന് തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ പിന്നെ എന്താണ്? 2⁻, ഇവിടെ 2 ഇൻറ്റു 3 ആണ് ഇത്. അപ്പൊ 2�6 ഇൻറ്റു 2�1 എന്ന് പറഞ്ഞാൽ 2�7 ആയില്ലേ. ഇൻറ്റു 3⁻3 ഇൻറ്റു 3⁻1 എന്ന് പറഞ്ഞാൽ 3⁻4 ആയില്ലേ. ഇനി ഇവിടെ 5⁻4 ഉണ്ട് അല്ലെ. 5⁻4 ഉണ്ട്. അപ്പൊ ഇനി -1 ആവുമ്പോൾ നമ്മൾ വ്യുൽക്രമം എടുത്തു. അപ്പൊ എങ്ങനെയാണ്? 2�7 ഇൻറ്റു 3⁻4 ഇൻറ്റു 5⁻4 ഡിവൈഡഡ് ബൈ 2�8 ഇൻറ്റു 3⁻6 ഇൻറ്റു 5⁻2. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക നോക്കൂ? 2⁻7 - 8 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 2 ബാക്കി ഉണ്ടാവും അല്ലെ. ബൈ 2 ഉണ്ടാവും. ഇവിടെ എന്താണ്? 3⁻4 3⁻, അപ്പൊ ഇവിടെ 3 സ്ക്വയർ ഉണ്ടാവും.
പിന്നെ ഇവിടെ 5² ഇവിടെ 5⁴ ആവുമ്പോ 5⁻2 മുകളിലാണ് വരിക അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ വരിക? 25/2 × 3². അത് എത്രയാണ്? 18. ആൻസർ കിട്ടിയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ നോക്കി നോക്കി ചെയ്യണം, എങ്കിലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഇത് ഓർമ്മിച്ചു വെക്കണം. a⁻m/a⁻n എന്നുള്ളത് a⁻m−n ആണെന്നും a⁻m × a⁻n എന്ന് പറയുന്നത് a⁻m+n എന്നുള്ളതും നമ്മൾ ഓർത്തു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4, 11, 30, 67 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? നോക്കൂ, 4 എങ്ങനെ കിട്ടിയത്? 1ന്റെ ക്യൂബ് പ്ലസ് 3 അല്ലേ? 1 ക്യൂബ് പ്ലസ് 3 അല്ലേ? ഇത് 2 ക്യൂബ് പ്ലസ് 3 അല്ലേ? 3 ക്യൂബ് പ്ലസ് 3 അല്ലേ? 4 ക്യൂബ് പ്ലസ് 3 അല്ലേ? അപ്പൊ 5 ക്യൂബ് എത്രയാണ്? 125. 125 പ്ലസ് 3 എത്രയാണ്? 128. ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ എന്നത് പ്ലസ്, അപ്പൊ ഇവിടെ പ്ലസ് വരണം അല്ലേ. ഇനി ബി എന്നത് ഇൻറ്റു, അപ്പൊ ഇവിടെ ഇൻറ്റു വരണം. സി എന്നത് മൈനസ്, അപ്പൊ ഇവിടെ മൈനസ്. ഡി എന്നത് ഡിവൈഡഡ് ബൈ. അപ്പൊ നമുക്ക് ഡിവൈഡഡ് ബൈ ചെയ്യണം. 18 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. അപ്പം ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 8 × 12 എത്രയാണ്? 12, 96. 96 പ്ലസ് 3 മൈനസ് 2. 96 3 99. 99 മൈനസ് 2 എത്രയാണ്? 97. സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഒറ്റയാനേത്? നോക്കൂ, ത്രികോണം, ചതുരം, വൃത്തം, ഇതൊക്കെ ഏതാണ്? ഓരോ ഷേപ്പാണ് അല്ലെ. ചാപം എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ ഇതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗോളം 4πr² ആണ് വെച്ചെങ്കിൽ 3πr² ഏതാണ്? അർദ്ധഗോളത്തിന്റെ വിസ്തീർണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ ഇത് ഇങ്ങനെ വരയ്ക്കും. എന്തുകൊണ്ടാണ്? എങ്കിലേ നമുക്ക് വേഗത്തില് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ഇത് വടക്കും, ഇത് തെക്കും, പിന്നെ എന്താണ്? ഇത് കിഴക്കും, ഇത് പടിഞ്ഞാറും. അപ്പൊ ഞാൻ ആദ്യം എന്താ ചെയ്തേ? 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. അപ്പൊ ഇവിടുന്ന് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. ഇനി എന്താ ചെയ്തേ? പടിഞ്ഞാറോട്ട് തിരിഞ്ഞു, അതായത് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ 5 കിലോമീറ്റർ, അതായത് ഇങ്ങോട്ട് തിരിഞ്ഞ 5 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെ എന്താണ്? അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ, അതായത് ഇങ്ങോട്ടെത്തി അല്ലെ. 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തി. അപ്പോ ഇനി എന്താണ് ചോദിച്ചിരിക്കണേ? പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്, അതായത് ഇതിനെ അപേക്ഷിച്ച് ഇത് എവിടെയാണ്? തെക്ക് ഭാഗത്താണ് അല്ലെ. ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.